ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു ഐഡന്റിഫൈ കീ ലെവൽസ്. അതായത് കീ ലെവൽസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ മാർക്കറ്റിൽ എൻട്രി എടുക്കാം, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം, എവിടെ ടാർഗറ്റ് വെക്കാം എന്നുള്ള ഈസി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് ഗോൾഡാണ്. ഗോൾഡിലെ ഇനീഷ്യലി നമ്മൾ എടുത്തിട്ടുള്ള ടൈം ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡേ ടൈം ഫ്രെയിം ആണ്. നമ്മളെപ്പോഴും അനലൈസ് ചെയ്യണത് ഹൈ ടൈം ഫ്രെയിം ടു ലോവർ ടൈം ഫ്രെയിം ആണ്. അതായത് ഹൈ ടൈം ഫ്രെയിമിൽ നമ്മളുടെ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ലോവർ ടൈം ഫ്രെയിമിൻ്റെ ഡയറക്ഷനൊപ്പം അലൈൻ ചെയ്ത് വരികയാണ് നമ്മൾ ചെയ്യാറുള്ളത് കൂടുതലും. ഓക്കെ, നമുക്ക് 1 ഡേ ടൈം ഫ്രെയിം എടുത്തു. 1 ഡേ ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ 1 ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? 1 ഡേ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഒരു FEGയിലും ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൺസിക്യൂട്ടീവ് ഡൗൺ ക്ലോസ് ക്യാൻഡൽ എന്ന് വെച്ചാൽ എന്താ, അതായത് ഒരു ബുള്ളി ഷോർട്ടർ ബ്ലോക്ക് ആയിട്ട് നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റില്ലേ? യെസ്. അപ്പോൾ ഒരു ബുള്ളി ഷോർട്ടർ ബ്ലോക്കിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ ഈ ഒരു FEG ഉണ്ട്. ആ ഒരു FEGയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിൽ മനസ്സിലായി. അപ്പോൾ നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിലും ഈ ഒരു ബുള്ളിഷ് FEGയിലും ടാപ്പ് ചെയ്തതിനും മാർക്കറ്റ് മേലോട്ടാണ് പോകാനുള്ള പോസിബിലിറ്റീസ് കൂടുതൽ. ഇപ്പോൾ എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാറുണ്ട്, ഇപ്പോൾ കമൻറ്റിലാണെന്നുണ്ടെങ്കിലും ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഡെയിലി ബയേഴ്സ് എങ്ങനെയാണ് ഭയങ്കര ഹാർഡായിട്ട് തോന്നണമെന്നുള്ള കാര്യം പറയാറുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ ഇതൊരു 1 ഡേ ടൈം ഫ്രെയിമായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. നിങ്ങൾ ഇതൊരു 1 മിനിറ്റ് ടൈം ഫ്രെയിം ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഈ ഒരു ബുള്ളിഷ് സ്ട്രെച്ചർ ഷിഫ്റ്റ് തന്നതിന് ശേഷം, ഈ ഒരു ബുള്ളിഷ് ബ്രേക്ക് ഓഫ് സ്ട്രെച്ചർ തന്നിട്ടില്ലേ, ഈ ഒരു ഓർഡർ ബ്ലോക്ക് കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് പുഷ് ചെയ്തിട്ടില്ലേ, ആ പുഷ് സംഭവിച്ചതിന് ശേഷം മാർക്കറ്റ് റിട്രേസ് എവിടം വരെ മാർക്കറ്റ് റിട്രേസ് ചെയ്യും, അതായത് ഈ ഒരു ഓർഡർ ബ്ലോക്ക് വരെ മാർക്കറ്റ് റിട്രേസ് ചെയ്യും. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്ത ഉടനെ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്യില്ല 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാണെന്നുണ്ടെങ്കിൽ. അതേപോലെ ഇതിനെ കാണാം, അത്രേ ഉള്ളൂ. ആ ഒരു സിമ്പിളായിട്ട് നിങ്ങൾ ഈ മാർക്കറ്റിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ബയേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈസി ആയിരിക്കും. ഓക്കെ, നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിൽ ആ ഒരു കാര്യം മനസ്സിലായി. ആൻഡ് ദെൻ നമുക്ക് ടൈം ഫ്രെയിം ഡ്രോപ്പ് ചെയ്യണം. ഏത് ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ ഡ്രോപ്പ് ചെയ്യണത്? 4 hour ടൈം ഫ്രെയിം. 4 hour ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ എന്താണ് നമുക്ക് 4 hour ടൈം ഫ്രെയിമിൽ വേണ്ടത്? മാർക്കറ്റ് ഇവിടെ 1 ഡേ ടൈം ഫ്രെയിമിൽ ഇവിടെ ടാപ്പ് ചെയ്തു എന്ന് മനസ്സിലായി. അപ്പോൾ 1 ഡേ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് എവിടം വരെ പോകുന്നുള്ളൊരു കാര്യം നമുക്ക് സെറ്റനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ 4 hour ടൈം ഫ്രെയിമിൽ നമുക്കിവിടെ ഇനീഷ്യലി നമുക്ക് കറക്റ്റായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും 4 hour ടൈം ഫ്രെയിമിൽ ഇവിടെ ഒരു FEG ഉണ്ട്. FEG ഉണ്ട്, അവിടെ ഒരു OBയും കൂടി ഉണ്ട് മാർക്കറ്റിൽ. നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു 4 hour ടൈം ഫ്രെയിമിൽ ഈ ഒരു FEG ആണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്. കാരണം ഈ ഒരു 1 ഡേ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഇവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓൾ ടൈം ഹൈ എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് ഷുവറായിട്ട് പറയാൻ പറ്റിയൊരു കാര്യം? മാർക്കറ്റ് ഈ ഒരു FEG ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു 4 hour FEGയിൽ എന്തായാലും മാർക്കറ്റ് എത്തുന്നുള്ള കാര്യം നമുക്ക് ഷുവറായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് മനസ്സിലായി 4 hour ടൈം ഫ്രെയിമിൽ. ആൻഡ് ദെൻ നമ്മൾ ഡ്രോപ്പ് ചെയ്യണം 1 hour ടൈം ഫ്രെയിമിലേക്ക്. 1 hour ടൈം ഫ്രെയിമിൽ ഇവിടെ നമുക്ക് സൂക്ഷിച്ച് നോക്കി നമുക്ക് 1 hour ടൈം ഫ്രെയിമിൽ എന്ത് കാണാൻ പറ്റുന്നത്? 1 hour ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റുന്നത് മാർക്കറ്റ് ഈ ഒരു ലോ, അതായത് ഈ ഒരു FEGൻ്റെ ഉള്ളിൽ മാർക്കറ്റ് വെറുതെ ടാപ്പ് ചെയ്തിരിക്കുകയല്ല, ഇവിടുത്തെ ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് മാർക്കറ്റ് വന്നിട്ടുള്ളത്. ഈ ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് ഒരു ഓർഡർ ബ്ലോക്കാണ്. നമ്മൾ 1 ഡേ ടൈം ഫ്രെയിമിൽ വരച്ചിട്ടുള്ള ഓർഡർ ബ്ലോക്കാണ് ആ ബ്ലൂ ലൈൻ. അവിടെ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷമാണ് ആ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ എന്ത് പറയാൻ പറ്റും? ഇറ്റ്സ് എ ഹൈ പ്രോബബിലിറ്റി. കാരണം ഒരു ലിക്വിഡിറ്റി സ്വീപ്പും സംഭവിച്ചിട്ടുണ്ട്, മാർക്കറ്റിൽ FEGൻ്റെ ഉള്ളിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. വെറുതെ FEGൻ്റെ ഉള്ളിൽ ടാപ്പ് ചെയ്തിരിക്കുകയല്ല, ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഈ ഒരു FEGൻ്റെ ഉള്ളിൽ ടാപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദെൻ മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്കിലും ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൈ പ്രോബബിലിറ്റി ആയി നമുക്ക് മാർക്കറ്റിൽ ബുള്ളിഷിലോട്ട് പോകാനുള്ള ഹൈ പ്രോബബിലിറ്റി ആയി നമുക്ക്. ആൻഡ് ദെൻ നമുക്ക് അടുത്ത വേണ്ട ടൈം ഫ്രെയിം 50 മിനിറ്റ് ടൈം ഫ്രെയിം. 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഈക്വൽ ലോസ് ഉണ്ട്. ഈ ഒരു ഈക്വൽ ലോസ് തന്നെയാണ് മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുള്ളത്, അത് നമുക്ക് മനസ്സിലായി. അപ്പോൾ 50 മിനിറ്റിൽ നമുക്ക് 50 മിനിറ്റിൽ MSS വന്ന് മാർക്കറ്റ് ഈ ഒരു OB ടാപ്പ് ചെയ്തിട്ട് വീണ്ടും എൻട്രി എടുക്കണത് നമുക്കൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ആ 50 മിനിറ്റിൽ ഒരു MSS സംഭവിച്ചിട്ട് മാർക്കറ്റ് വീണ്ടും വരുമ്പോഴേക്ക് നമ്മുടെ ടാർഗറ്റൊക്കെ അടിച്ചിട്ടായിരിക്കും വരിക. എൻ്റെ മാർക്കറ്റ് വീണ്ടും ആ ഒരു ലോങ് ടാർഗറ്റ് അടിക്കുന്നത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? മാർക്കറ്റ് ഈ ഒരു 50 മിനിറ്റിലെ ഈ ഒരു ഈക്വൽ ലോസ് മാർക്കറ്റ് സ്വീപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ 5 മിനിറ്റ് ടൈം ഫ്രെയിം എടുക്കുകയാണ്. 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്യണം. നമ്മളിപ്പോൾ 5 മിനിറ്റ് ടൈം ഫ്രെയിം എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്ത് മനസ്സിലാവും? മാർക്കറ്റ് ഈ ഒരു 6 PM മാർക്കറ്റ് ഉള്ളത്. സൂക്ഷിച്ചേക്കുക, ഈ ഒരു 6 PM മാർക്കറ്റ് ഉള്ളത്. 6 PM എന്ന് വെച്ചാൽ നമ്മൾ എന്താ, അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 6 PM എന്ന് പറയണത് ന്യൂയോർക്കിലെ 8:30 ഓപ്പണിംഗ് പ്രൈസാണ്. നമ്മൾ
നമ്മൾ ന്യൂ ഇയർ സെക്ഷൻ ഓപ്പണിംഗ് പ്രൈസ് വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് 8:30 AM, അതായത് അവിടുത്തെ 8:30 AM ഓപ്പണിംഗ് പ്രൈസ് ആണ് ഇവിടുത്തെ 6 PM എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈമിൽ മാർക്കറ്റ് ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഈ ഒരു കീ പോയിൻറ്റ്സിലല്ലേ മാർക്കറ്റ് എത്തിയിട്ടുള്ളത്. അതായത് 1 ഡേയിൽ FEG, 1 ഡേയിൽ ഓർഡർ ബ്ലോക്ക്, പിന്നെ 1 ഹവറിലെ ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു സ്പെസിഫിക് ടൈമിൽ മാർക്കറ്റ് ഇവിടെ എത്താനുള്ള ഒരു റീസൺ ഇല്ലേ, അതിനാണ് നമ്മൾ സ്പെസിഫിക് ടൈമിൽ മാർക്കറ്റ് ഒരു സ്പെസിഫിക് പ്രൈസ് പോയിന്റിൽ മാർക്കറ്റ് വരണം. അങ്ങനെ വന്നാലാണ് നമുക്ക് ഹൈ പ്രോബബിലിറ്റി എൻട്രീസ് നമുക്ക് എടുക്കാൻ പറ്റുക. ഓക്കെ, 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നോക്കിയിട്ടുണ്ടായിരുന്നു പ്രീവിയസ് വീഡിയോസിൽ. നമുക്കൊരു ഇവിടെ ഒരു ന്യൂ ഇയർ സെഷനിൽ നമുക്ക് എൻട്രി മോഡൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക. 5 മിനിറ്റ് ടൈം ഫ്രെയിം എടുത്തു. 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് ഇവിടെ സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 6 PM മാർക്കറ്റിൽ ഒരു ലിക്വിഡിറ്റി അഗെയിൻ മാർക്കറ്റിൽ സ്വീപ്പ് ചെയ്യണം. അതായത് മാർക്കറ്റ് ഈ ഒരു 6 PM കഴിഞ്ഞതിന് ശേഷം, അതായത് 8:30 AM ന്യൂ ഇയർ ടൈം കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിൽ എന്താ വേണ്ടത്, ഒരു സ്വിംഗ് ലോ മാർക്കറ്റ് സ്വീപ്പ് ചെയ്യണം. നമ്മളൊരു ബുള്ളിഷ് എൻട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്യണം. ആ ലിക്വിഡിറ്റി ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടില്ലേ, അതായത് 5 മിനിറ്റിൽ ഈ ഒരു FEGയിലോട്ട് ടാപ്പ് ചെയ്ത ഉടനെ നമ്മൾ ബൈ എൻട്രി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് അടിച്ചിട്ടുണ്ടാവും. മേലോട്ട് പോകുന്ന പോലെ മാർക്കറ്റ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മാർക്കറ്റ് വീണ്ടും അഗെയിൻ വന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് എൻട്രി എടുത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ശേഷമായിരിക്കും ടാർഗറ്റിലോട്ട് പോവുക. അതിനാണ് നമുക്ക് നമ്മുടെ എൻട്രി മോഡൽ നമുക്ക് വേണ്ടത്. നമ്മൾ ഈ ന്യൂ ഇയർ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എൻട്രി എടുക്കാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ലിക്വിഡിറ്റി ആഫ്റ്റർ 6 PM മാർക്കറ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യണം, ലോയിലെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യണം. നമ്മൾ ബുള്ളിഷ് എൻട്രിയാണ് എടുക്കുകയാണെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേപോലെ ബിയറിഷ് എൻട്രിയാണ് എടുക്കുകയാണെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വിംഗ് ഹൈ സ്വീപ്പ് ചെയ്തിട്ടായിരിക്കണം നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റിലെ ഒരു സ്വിംഗ് ലോ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. എന്ത് നമുക്ക് എന്താ വേണ്ടത്, 1 മിനിറ്റ് എടുക്കണം. ആഫ്റ്റർ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം 5 മിനിറ്റിൽ ആ ലോ സ്വീപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ 1 മിനിറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. 1 മിനിറ്റിൽ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 മിനിറ്റിൽ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്യാൻ പോകണം. 1 മിനിറ്റിൽ എൻട്രി പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്യുക, ആഫ്റ്റർ ലിക്വിഡിറ്റി സ്വീപ്പ് അങ്ങനെ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്യുക. നമുക്കൊരു കൺഫർമേഷൻ വേണം. 1 മിനിറ്റിലാണ് നമ്മൾ കൺഫർമേഷൻ നോക്കുന്നത്. ഓക്കെ, 1 മിനിറ്റിൽ നമ്മൾ ഈ ഒരു സ്വിംഗ് ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവണം. അത് ബ്രേക്ക് ചെയ്തതിന് നമ്മൾ എന്താ പറയുക, മാർക്കറ്റ് ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രെച്ചർ ഷിഫ്റ്റ് മാർക്കറ്റിൽ തന്നിട്ടുണ്ടാവണം. ആ ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രെച്ചർ ഷിഫ്റ്റാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഈ ഹൈ ബ്രേക്ക് ചെയ്തിട്ട്. ഓക്കെ, ഇത് വെറുതെ ആണോ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്? അല്ല, വിത്ത് ആൻ FEG. ആ ഒരു FEG വന്നിട്ടാണ് മാർക്കറ്റ് ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. അതായത് മാർക്കറ്റിലൊരു ബിഗ് പുഷ് മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രെച്ചർ ഷിഫ്റ്റ് തന്നതോടുകൂടി മാർക്കറ്റ് മേലോട്ട് പോകുന്നുള്ള കാര്യം നമുക്ക് കൺഫേം ആയി. അപ്പോൾ ആസ് സൂൺ ആസ് ഈ ഒരു FEGയിലോട്ട് ടാപ്പ് ചെയ്ത ഉടനെ നമ്മൾ നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കും, അതായത് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാ വീഡിയോസിലും പറയുന്നതാണ്, ഈ ഒരു സ്വിംഗ് ലോൻ്റെ അടിയിൽ കൊണ്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു FEGൻ്റെ അടിയിൽ കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റില്ല. FEGൻ്റെ അടിയിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മാർക്കറ്റ് വിക്ക് നമ്മുടെ അടിയിലോട്ട് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഈ ഒരു സ്വിംഗ് ലോൻ്റെ അടിയിൽ കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിംഗ് ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നമ്മുടെ വ്യൂ തെറ്റാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. കാരണം നമുക്ക് ഈ ഒരു വ്യൂ തെറ്റാനുള്ള പോസിബിലിറ്റീസ് കുറവാണ്. കാരണം നമ്മുടെ ഹയർ ടൈം ഫ്രെയിമിലെ എല്ലാ ഹയർ ടൈം ഫ്രെയിമിലും, അതായത് 1 ഡേ, 4 അവർ, 1 അവർ, 50 മിനിറ്റിലാണ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാ ടൈം ഫ്രെയിമിലും മാർക്കറ്റ് ഒരു സ്പെസിഫിക് ടൈമിൽ ഒരു സ്പെസിഫിക് കീ പോയിന്റ്സിലാണ് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ടാണ് നമ്മളൊരു ലോ ടൈം ഫ്രെയിം എടുത്തിട്ട് ഒരു കൺഫർമേഷൻ നോക്കിയിട്ട് നമ്മളൊരു എൻട്രി പ്ലേസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സ്വിംഗ് ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കുറവാണ്. അപ്പോൾ ഈ ഒരു സ്വിംഗ് ലോ എന്ന് പറയുന്നത് ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ വേണം നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ നമ്മുടെ ടാർഗറ്റ് അവിടെ കൊണ്ടുവയ്ക്കും. അതായത് ഈ ഒരു FEG, അതായത് ഫോർവേഡ് ടൈം ഫ്രെയിമിലെ ഈ ഒരു FEG, ആ ഒരു FEGയിലോട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്ത ഉടനെ നമ്മൾ എക്സിറ്റ് ആവണം. അതാണ് നമ്മുടെ ടാർഗറ്റ്. അല്ലാണ്ട് FEG ഫുൾ റീബാലൻസ് ചെയ്യണം, FEGയിൽ 50% മാർക്കറ്റ് എടുക്കണം എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ ഇരിക്കാൻ പറ്റില്ല. കാരണം ആ ഒരു FEG ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. കാരണം ഒരു 4 അവർ FEG ആണ്. ഒരു 4 അവർ FEG എങ്ങനെ റിയാക്റ്റ് ആവും എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. നമ്മുടെ വ്യൂ എന്താണ്, ആ ഒരു 4 അവർ FEGയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യും. അവർ ടാപ്പ് ചെയ്തിട്ടുണ്ടോ, മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ നമ്മുടെ എൻട്രി മാർക്കറ്റ് പോയിട്ടുള്ള നോക്ക്,
മാർക്കറ്റ് സ്ട്രെയിറ്റ് ആ ഒരു 4 hour FEGയിലോട്ടാണ് പോണത്. കാരണം നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ, കാരണം നമ്മൾ എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ അനലൈസ് ചെയ്തത്, നമ്മൾ ഹയർ ടൈം ഫ്രെയിം എടുത്തു, ഹയർ ടൈം ഫ്രെയിം ടു ലോവർ ടൈം ഫ്രെയിം നമ്മൾ മാർക്കറ്റ് ഡയറക്ഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഒരു ബിയറിഷ് വ്യൂ ആണ് ആദ്യം തന്നുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് മനസ്സിലായി 1 day ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഈ ഒരു FEG ഒരു OBയിൽ ടാപ്പ് ചെയ്തു. ആൻഡ് ദെൻ 4 hour ടൈം ഫ്രെയിം എടുത്താലും 4 hour ടൈം ഫ്രെയിമിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് കിട്ടി, ഒരു FEG ഉണ്ട്. അപ്പോൾ ആ ഒരു FEGയിലോട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായി. എൻ്റെ 1 hour ടൈം ഫ്രെയിം എടുക്കുകയാണെന്നുണ്ടെങ്കിലും 1 hour ടൈം ഫ്രെയിമിൽ ഒരു ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. ആ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം 1 day ടൈം ഫ്രെയിമിൽ ആ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്തു. അതെല്ലാം ഏത് ടൈമിലാണ് നടന്നിട്ടുള്ളത്? 6 PM, അതായത് ന്യൂയോർക്കിലെ 8:30 ഓപ്പണിംഗ് പ്രൈസ്, നമ്മൾ എടുത്തിട്ടുള്ള 8:30 ഓപ്പണിംഗ് പ്രൈസ്, അവിടെയാണ് മാർക്കറ്റ്, ആ ഒരു ടൈമിലാണ് ഈ ഒരു കീ പോയിന്റ്സിലോട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? മാർക്കറ്റ് കൂടുതൽ പ്രോബബിലിറ്റിയാണ് നമ്മുടെ ടാർഗറ്റ് അടിക്കാനുള്ളത്. നമുക്ക് ഇങ്ങനെയുള്ള അനലൈസിസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. കാരണം നമ്മളൊരു സ്പെസിഫിക് വോള്യൂം ഇല്ലാത്ത ടൈമിൽ എടുക്കുകയാണെന്ന് വെക്കുക. ഇപ്പോൾ ഒരു മിഡ് നൈറ്റ് ഒക്കെ, നമ്മുടെ ഇവിടുത്തെ മിഡ് നൈറ്റ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വോള്യൂം കുറവായിരിക്കും, മനസ്സിലായോ? അപ്പോൾ ആ ഒരു മിഡ് നൈറ്റ് ഒന്നും എടുക്കാണ്ട് കറക്റ്റ് വോള്യൂം ഇല്ലാത്ത സമയം നോക്കി എടുക്കാണ്ട് കറക്റ്റ് വോള്യൂം ഉള്ള സമയത്ത് നമ്മൾ പറയണ പ്രൈസ് മൂവ്മെൻറ്റിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യാണ്. അതായത് ഈ ഒരു സ്പെസിഫിക് ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ വീഡിയോസിലും, ഞാൻ ന്യൂ ഇയർ സെഷൻ്റെ വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് ഈ ഒരു 6 PM, അതായത് 8:30 ഓപ്പണിംഗ് പ്രൈസ് ന്യൂയോർക്കിലെ 8:30 PM, ന്യൂയോർക്കിലെ 8:30 AM, 8:30 PM അല്ല 8:30 AM, അതായത് അവിടുത്തെ ഓപ്പണിംഗ് പ്രൈസ്. ഈ ഒരു ടൈം സ്പെസിഫിക് ആണ് ഫോറക്സിൽ. മാർക്കറ്റ് ഈ ഒരു ടൈമിൽ മാർക്കറ്റ് നമ്മൾ പറഞ്ഞ കീ ലെവൽസിലോട്ട് മാർക്കറ്റ് വരികയാണ്. അപ്പോൾ ഈ ഒരു കീ ലെവൽസിൽ നിന്ന് നമ്മൾ കറക്റ്റ് ഒരു റിവേഴ്സൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, റിവേഴ്സൽ പോയിന്റ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഈ ഒരു കീ ലെവൽസ് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ 1 minute ടൈം ഫ്രെയിമിൽ പോയിട്ട് നമ്മുടെ ഒരു കൺഫർമേഷൻ നോക്കി നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തു. കാരണം നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യാം, പക്ഷെ നമുക്ക് അതിനനുസരിച്ച് സ്റ്റോപ്പ് ലോസസ് വെക്കാൻ നമുക്ക് ഒരുപാട് റിസ്ക് ആയിരിക്കും. അതിനാണ് നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിൽ പോണത്. നമ്മുടെ സ്റ്റോപ്പ് ലോസസ് നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് ശേഷം നമ്മൾ നമ്മുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്തു. എന്താ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത്? മാർക്കറ്റ് സ്ട്രെയിറ്റ് ടു നമ്മുടെ TP. ഓക്കെ, ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ.